മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഇന്ന് രാവിലെ തന്നെ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ഇന്നലെ വൈകുന്നേരം പൂന്തറ SN ലോക്കിൽ അഥവാ കൊമരച്ചന്തയിൽ നിന്ന് കൊമരച്ചന്ത വഴി മുന്നോട്ട് പോകുന്ന റോഡിൽ ഒരു കുഴി പെട്ടെന്ന് രാവിലെ രൂപപ്പെട്ടു. ഒരു വലിയൊരു ഗർത്തമായിരുന്നു. അത് ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികാരികൾ കാണണമെന്ന് അറിയിച്ചിരുന്നു. പൊതുപ്രവർത്തകരടക്കം ഇതിൽ ഇടപെട്ടു. അടിയന്തരമായി ഇന്നലെ സൺഡേ ആയതുകൊണ്ടാണ് പലരും വരാത്തതെന്നുള്ള അഭിപ്രായപ്പെട്ടു. എന്നാൽ അതിന്റെ ഗൗരവം എങ്ങനെയാണെന്ന് ലൈവിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അത് ഫലം കണ്ടു. കൗൺസിലർ സലീം ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി ഇടപെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും പറഞ്ഞതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിയും അതോടൊപ്പം തന്നെ അധികാരികളും ഇതിൽ ഇടപെട്ടു. കാരണം ഇന്നലെ പോലീസ് വന്നപ്പോഴും ലൈവായി തന്നെ കാണാൻ സാധിച്ചു. ഫുൾ ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി തന്നെ ഇതിനകത്ത് കൗൺസിലറും അതോടൊപ്പം തന്നെ മറ്റാളുകളും വന്നു ഈ ഒരു കുഴി മൂടി എന്നാണ് അറിയാൻ സാധിച്ചത്. അതിപ്പോൾ അറിഞ്ഞത് നേരിട്ട് കണ്ടപ്പോൾ തീർച്ചയായും ഇവിടെ വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇടപെട്ടു, ഞൊടിയിടയിൽ തന്നെ ഇടപെട്ടു എന്നാണ് ഇന്നലെ UDF-ന്റെ പ്രതിനിധിയും പറഞ്ഞപ്പോൾ 24 hours ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം നടന്നാൽ അതിന് ഇടപെടാൻ തയ്യാറാണ് സർക്കാർ എന്ന് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായി തന്നെ ഇപ്പോൾ നടക്കുന്നതാണ് കണ്ടത്. എന്തായാലും അതിന്റെ ലൈവ് ഒന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയായിരുന്നു വലിയൊരു കുഴി രൂപപ്പെട്ടത്. ആ കുഴിയാണ് ഇന്നലെ രാത്രി തന്നെ കൗൺസിലറും അതോടൊപ്പം തന്നെ മറ്റധികാരികളും ഇടപെട്ട് ഇത് മൂടി എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഇത് ആ ഭാഗം മാത്രമേ അടച്ചിട്ടുള്ളൂ, അതിന്റെ ചുറ്റുപാടും അടച്ചില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല എത്രമാത്രം അത് ഫില്ല് ചെയ്തു എന്നുള്ളത്. ഇന്നലെ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് വീണ്ടും അത് കാണാം. ഇന്നലെ ലൈവ് ചെയ്ത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മലയാള ജനത ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇതിന്റെ ലൈവ് ദൃശ്യങ്ങൾ ഇട്ടിരുന്നത് വലിയൊരു അഗാധമായ ഗർത്തമായിരുന്നു. അത് ഏകദേശം നല്ല ലോഡ് മണ്ണും മറ്റ് സാമഗ്രികൾ വിട്ട് അത് കോൺക്രീറ്റ് ഇട്ട് നിറച്ചു എന്നാണ് ഇപ്പോൾ പരിസരത്തുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ ഇല്ല, താൽക്കാലികമായി ഇട്ടതേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെയായാലും എന്തായാലും ആ ഒരു കുഴി ഇന്ന് രാവിലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്നലെ ഞായറാഴ്ചയൊക്കെ തിരക്ക് കുറവ്. ഇന്നെന്നാലും ഈ മൺഡേ ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതുവരെ സഞ്ചരിക്കേണ്ടതാണ്. ട്രാഫിക് സിഗ്നൽ പക്ഷേ ഇപ്പോഴും പ്രവർത്തനരഹിതമാണ്. എന്തായാലും ഇത് മൂടി എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഞൊടിയിടയിൽ മലയാള ജനതാ ന്യൂസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. അതിന്റെ ആ അപകടം ഒഴിവാക്കി എന്നതിൽ വളരെയധികം സന്തോഷം ചെയ്ത സർക്കാരിന് അധികാരികൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കണം. എന്നാൽ ഈ പറയുന്ന സിഗ്നൽ ഇപ്പോഴും തുടർക്കഥയാകുന്നു. പക്ഷെ അത് ഞങ്ങളുടെ കയ്യിലല്ല എന്നുള്ളതാണ് കൗൺസിലറും അറിയിച്ചത്. എന്നാൽ അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു തുടർ നടപടി ഉണ്ടാകണം. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ. സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ റഷുള്ള ഒരു ഏരിയയും കൂടെയാണ് ഈ കുമരിച്ചന്ത കോവളത്തേക്കുള്ള റോഡ്, അതോടൊപ്പം തന്നെ തിരിച്ച് ഈഞ്ചേക്കൽ ചാക്ക പോകുന്ന റോഡ്. പക്ഷെ ഇവിടെ ഈ സിഗ്നൽ ഇപ്പോഴും ഓഫാണ്, വർക്കാവുന്നില്ല. വേനൽ സമയത്ത് പോലും ഇത് ഓഫായി കിടക്കേണ്ട. ബാറ്ററി ചാർജ് ഒരു 8 മണിക്കൂർ നിൽക്കുള്ളൂന്നാണ്. പക്ഷേ വേനൽ സമയത്തും ഇത് വർക്കാവുന്നില്ല. അത് കാരണം ഒരുപാട് അപകടം, ധാരാളം മരണങ്ങൾ ഇവിടെ ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട്. അത് സിഗ്നൽ ഓക്കെ ആണെങ്കിലും ചില ആളുകളുടെ അശ്രദ്ധ കാരണവും സിഗ്നൽ തെറ്റിച്ചു പോകുന്ന കാരണം അപകടം ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഈ ഒരു കുഴി ഇപ്പോൾ അടച്ചു. ഇതിനുവേണ്ടി ഇടപെട്ട അധികാരികൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. മലയാള ജനതാ ന്യൂസിന്റെ പ്രേക്ഷകരോടാണ് ഒന്നാം നന്ദി പറയാനുള്ളത്. നിങ്ങളുടെ ഷെയറിംഗ് വളരെയധികം ഫലം കണ്ടു എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്തായാലും പുതിയ ന്യൂസുമായി സമയത്തിനോട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഒന്ന് അറിയിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക.